മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ഡൽഹി യാത്ര നടത്താറുണ്ട്. മൂപ്പര് ഏതാണ്ട് അമേരിക്കയ്ക്ക് പോകുന്നതിന് സമാനമായിട്ടൊക്കെയാണ് ഈ ഒരു ഡൽഹി യാത്ര. അതായത് എവിടെയെങ്കിലും ഒരു പിടുത്തം വരുന്നുണ്ട് ദാസ എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് അപ്പ പറക്കും ഡൽഹിക്ക്. അപ്പൊ ഇക്കഴിഞ്ഞ ദിവസവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡൽഹിക്ക്. നമുക്കറിയാം എന്തിനാണ് എന്നുള്ളത്. എന്തെങ്കിലും ഒരു വയ്യാവേലി വന്നിട്ടുണ്ടാവും. ഇപ്പൊ പറയുന്നത് അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചാണ്. അമിത്ഷായ്ക്ക് പൂച്ചെണ്ടൊക്കെ നൽകി വലിയ സ്നേഹത്തോടെ സൗഹൃദത്തോടെയൊക്കെ പോയി കാണുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഈ ഒരു വിഷയമാണ്. എന്താണ് ചർച്ച ചെയ്തത്? എന്തായിരിക്കാം പിണറായി പറഞ്ഞിട്ടുള്ള വിഷയം? ഈ വിഷയം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ മനോരമയുടെ ഒരു റിപ്പോർട്ട് വരുന്നു. പിണറായിയുടെ മകൻ വിവേകിന് ഒരു സമൻസ് അയച്ചിരിക്കുന്നു ED എന്നുള്ളത്. 2023 അയച്ചതിന്റെ കോപ്പി സഹിതമാണ് ആ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് സമൻസ് കിട്ടിയതിന്റെ രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം. അങ്ങനെ ഒളിഞ്ഞിരുന്ന ഒരു രഹസ്യം കൂടി മനോരമ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തിനാണ് എന്നറിയില്ല മനോരമ ഈ ഒരു കൊലച്ചതി ഈ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ചർച്ച ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. വലിയ കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. ഈ ചർച്ചകൾക്കൊക്കെ ഇടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചിട്ടുള്ള സമൻസിന്റെ പകർപ്പാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ സമൻസ് ഇപ്പോഴും സജീവമാണ് കേട്ടോ. ഇത് 2023 സംഭവമല്ല. എന്തിനാ ഇപ്പൊ മനോരമ ഇത് പൊക്കിക്കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന് ഇപ്പോഴും വാല്യൂ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ വേണമെങ്കിൽ ഈ കേസിൽ ഇനിയും വിവേകിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ ആധികാരികത സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വെബ്സൈറ്റിലുള്ള വിവരമെന്നും സ്ഥിരീകരിച്ച് തന്നെയാണ് EDയുടെ വെബ്സൈറ്റിലുള്ള വിവരമെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും മനോരമയ്ക്ക് ഇച്ചിരി കടി കൂടുതലാണ്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അന്നേരം ചുരണ്ടിക്കൊണ്ട് വന്നിടും. എന്നിട്ടോ ഇത് പിന്നാലെ പിടിച്ചു പോകൂ? അതും ചെയ്യില്ല. ഇത് അവിടെ കൊണ്ടുവന്നിടും, സജീവമാക്കി അങ്ങ് നിർത്തിയിട്ട് മനോരമ പാട്ടിന് പോകും. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീലാവിലാസം. അപ്പൊ നയനേന്ദ്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലുള്ള ലൈഫ് മിഷൻ ഭവന പദ്ധതി ഉണ്ടല്ലോ, ആ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ള ED അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ സമൻസ് അയച്ചത് എന്നുള്ളതാണ് വിവരം. അന്നത്തെ EDയിലെ കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള PK ആനന്ദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു സമൻസ്. സ്വാഭാവികമായും സംഭവിക്കാവുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ, അപ്പോ ഹാജരായില്ല. വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു സ്ഥിതി. എന്നാൽ വിവേക് അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൻ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല. പക്ഷെ അതേ തുടർന്നുള്ള അതേ ഓഫീസിൽ 3 ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ മാരത്തൺ ചോദ്യം ചെയ്യുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു, മൂപ്പരെ ജയിലിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തോന്നലാണെന്ന് നമ്മൾ വിചാരിക്കണം എന്നുള്ളതാണ് സർക്കാർ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ സമൻസിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകനെതിരെയും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി എവിടെ പോയാലും ദുബായിൽ ഒന്ന് ലാൻഡ് ചെയ്യാതെ വരാറില്ല. മുഖ്യമന്ത്രി ലാൻഡ് ചെയ്യുന്നതൊക്കെയും പല ബിസിനസ് കാര്യങ്ങൾക്കാണ് എന്നൊക്കെ അന്തരീക്ഷത്തിലുള്ള ചില കരക്കമ്പികളൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനും മലയാളിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഏറെ വിശ്വസ്തനായിരുന്ന M ശിവശങ്കർ അങ്ങനെ അറസ്റ്റ് വരെ നീണ്ടിട്ടുള്ള ലൈഫ് മിഷൻ എന്ന് പറയുന്ന തട്ടിപ്പന്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് കൂടി നീണ്ടതിന്റെ ഒരു
തെളിവാണ് ഈ വിവരം ഇതുവരെ പുറത്തു പറയാത്ത സമൻസുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരം. സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ എന്ത് സംഭവിച്ചു? EDയുടെ ഭാഗത്തു നിന്ന് പിന്നീട് എന്ത് നടപടി ഉണ്ടായി എന്നുള്ള വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ED ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല എന്നുള്ളത് കൈമലർത്തുകയാണ് മനോരമ. മനോരമയ്ക്ക് കിട്ടാഞ്ഞിട്ടാണോ അതോ മനോരമ ഈ ഒരു ഇത്രയും കൊടുത്താൽ മതി, നാളത്തെ പങ്ക്തിയിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു ക്യൂരിയോസിറ്റി ഇട്ട് നിർത്തിയതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും KCZO/2023/769 എന്നതാണ് വിവേകിനുള്ള സമൻസിന്റെ നമ്പർ. അപ്പോൾ കൊച്ചി സോണൽ ഓഫീസ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് KCZO എന്ന് പറയുന്നത്. സമൻസിന്റെ ആധികാരികതയൊക്കെ സംബന്ധിച്ച് EDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പരിശോധനാ സംവിധാനമൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ വിവേക് കിരണിനുള്ള സമൻസ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗത്തിൽ വിവേകിന്റെ പേര് സഹിതം വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേക് കിരണിനുള്ള ഈ ഒരു സമൻസ് അയച്ചിരിക്കുന്നത്. രേഖകളും തെളിവുകളും ഒക്കെ ഹാജരാക്കുന്നതിന് വിളിച്ചു വരുത്താനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് ഈ 2-ാം ഉപവകുപ്പ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ടുള്ളത്. ഇതിനെ ജുഡീഷ്യൽ നടപടിക്രമത്തിന് തുല്യമായി കണക്കാക്കാവുന്നതാണ് 3-ാം വകുപ്പ് എന്നുള്ളതും മനോരമ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന പേരിൽ അയച്ച ഈ സമൻസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കുന്ന കേസിൽ വിവേക് കിരണിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ളത് ഞാൻ കരുതുന്നു. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 എൻ്റെ ഓഫീസിൽ ഹാജരാവുക. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും ഈ സമൻസിനൊപ്പം ഉണ്ടായിരുന്നു. ആനന്ദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നേ അന്ന് ഈ സമൻസ് അയച്ചത്. ഡെപ്യൂട്ടേഷനിൽ എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ പറയുന്ന ആനന്ദ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോ അതായത് ഈ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് EDയിലെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. 2018 പ്രളയ ബാധിതർക്കായിട്ട് വടക്കാഞ്ചേരിയിലാണ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതി നടക്കുന്നത്. അപ്പൊ ഇതിന്റെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്നെന്നുള്ള കേസായിരുന്നു ഈ പറയുന്ന ED ഒക്കെ അന്വേഷിക്കുന്നത്. നമുക്കറിയാം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കൂടിയൊക്കെ ഇതുണ്ട്. സ്വപ്ന സുരേഷും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ വന്നു. പിന്നീട് സ്വപ്ന സുരേഷ് പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഒരു സർക്കാരിനെ പിടിച്ചു കുലുക്കാവുന്ന തരത്തിലുള്ള സകല വെളിപ്പെടുത്തലുകളുമൊക്കെ സ്വപ്ന സുരേഷ് നടത്തുന്നു. സ്വപ്ന സുരേഷിന്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായി ഇത് മാറുന്നു. പിന്നീട് സ്വപ്ന സുരേഷ് എന്ത് ചെയ്യുന്നു? സ്വന്തം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പലതും തൊട്ടും തൊടാതെയും ഒക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ സ്വപ്ന സുരേഷ് ഇതിന്റെ ഭാഗമായിട്ടൊന്നും ഇപ്പൊ പുറത്തു വന്ന് കാണുന്നില്ല. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയില്ല. എന്തായാലും ഈ ഒരു പദ്ധതിക്കായിട്ട് UAEയിലെ സന്നദ്ധ സംഘടനയായിട്ടുള്ള റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നതായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നത്. പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കിയതിനുള്ള കൈക്കൂലിയായിട്ട് യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും ശിവശങ്കറുമായിട്ട് 4.40 കോടി രൂപ നൽകിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ശിവശങ്കർ, സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ നമ്മളിപ്പോ പറഞ്ഞ സ്വപ്ന സുരേഷ്, PS സരിത്ത്, സന്ദീപ് നായർ തുടങ്ങിയവർക്ക് ഈ ക്രമക്കേടിൽ പങ്കുള്ളതായിട്ടൊക്കെ ED കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ കേസ് ഉള്ളത്. ഈ ഒരു വിവരം എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ള വിവരം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മനോരമ ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത് നമുക്കറിയാം. വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളും പല തെളിവുകളും ഒക്കെ വരികയും വാർത്തകളും ഒക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രമേൽ പുറത്ത് വന്നിട്ടില്ല.
മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും എന്നുള്ളതാണ്. ഒരുപക്ഷെ തുടക്കം കുറിക്കുന്നതായിരിക്കും. അതായത് ആയിരിക്കാം, അത്തരത്തിലുള്ളതായിരിക്കാം ഇപ്പോൾ വന്നിട്ടുള്ള ഈ സമൻസിന്റെ വിവരം പുറത്തുവിടുന്നത്. എന്നാലും ഇനി ആളിക്കത്താൻ പോകുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതുണ്ട്. കാരണം കൈകൾ ശുദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒഴിവാകാനായിട്ട് പറ്റില്ല. മറ്റൊന്ന്, മടിയിൽ കനമില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം പണക്കിഴി ഇപ്പം മടി കെട്ടിക്കൊണ്ട് കിടക്കുന്ന ഒരു ഇടപാട് ഇപ്പോഴത്തെ സമൂഹത്തിലില്ല, അത് ആർക്കുമില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്കും അറിയാം. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചില വാരിയേഴ്സ് ഒക്കെ ചാടി ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് വാരിയേഴ്സിന്റെ പ്രസ്താവന വരും, അതിനുശേഷം മുഖ്യമന്ത്രി വാ തുറക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കണം. ഈ രണ്ട് ഉപമകൾ പറയാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിനും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.